ഹായ്, നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് സ്റ്റഡിയാണ് പ്രാക്ടീസ് ചെയ്തത്. അതൊരു മെയിൽ ക്യാരക്ടറിനെ വരച്ചാണ് നമ്മൾ ഫേഷ്യൽ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഹെഡിന്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊരു ഫീമെയിൽ ക്യാരക്ടറിനെ വരച്ച് പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പെൻസിലും സ്കെച്ച് ബുക്കും ഒക്കെ എടുത്ത് റെഡി ആയിക്കോ. പോവാം വീഡിയോയിലേക്ക്. ഫേസ് വരക്കാനായിട്ട് ആദ്യം ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ കോമ്പസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വൃത്തം വരച്ചെടുക്കാം. ഇനി അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഹൊറൈസൺ ലൈൻ മാർക്ക് ചെയ്തെടുക്കണം, കറക്റ്റ് സെൻറ്ററിലൂടെ. അത് കഴിഞ്ഞാൽ മുകളിലായിട്ട് അതിന് സമാന്തരമായിട്ട് ഒരു ഹൊറൈസൺ കൂടെ മാർക്ക് ചെയ്യണം. ഇനി താഴെയും അതേപടി ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. ഇവിടെ നിന്നും താഴേക്ക് വെർട്ടിക്കൽ ലൈൻ ചെയ്യുക. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ അകത്ത് ഒരു സ്ക്വയർ, ഒരു ചതുരം നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. ഇനി ഇങ്ങോട്ടുള്ള അതേ ലെങ്ത്ത് ഇവിടെ നിന്ന് താഴേക്ക് എടുക്കണം, അതേ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഒരു വെർട്ടിക്കൽ ലൈൻ കറക്റ്റ് സെൻറ്ററിലൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഫേസ് വരക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കണം. അതേപോലെ ഈ ഒരു പോർഷനും ചെയ്തെടുക്കാം. ഇൻ്റർസെക്റ്റ് ചെയ്യുക, ഈ ഒരു പോർഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു സ്കെൽട്ടൺ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇത് ബ്രോ ലൈനാണ്, പുരികം വരുന്ന പോർഷൻ. ഇനി റൈറ്റ് സൈഡ് ഭാഗത്ത് ഐബ്രോ മാർക്ക് ചെയ്യുന്നുണ്ട്, ബ്രോ ലൈൻ വരുന്ന പോർഷനിൽ. ഇനി അതേപോലെ ലെഫ്റ്റ് സൈഡും ഐബ്രോ മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും നോസിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. ആ നോസിൻ്റെ ഷേപ്പ് ഒരു വൃത്തം വരച്ച് അതിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ഏകദേശ ഐഡിയ കൊണ്ടുവരിക. ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് ഷേപ്പ് വരക്കാതെ ആദ്യം അതിൻ്റെ ഏകദേശ ഐഡിയ വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഈ ഒരു ഭാഗത്തായിരിക്കും ലിപ്പ് വരുന്നത്. ആ ഒരു സെൻറ്ററിൽ ആ ഒരു വൃത്തത്തിൻ്റെ ഒരു പോർഷൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് ലിപ്പ് വരുന്നത്. ഇനി ആ ഒരു ഭാഗത്ത് ലിപ്പിൻ്റെ ഒരു ഏകദേശ ഐഡിയ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വൃത്തത്തെ 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒരിക്കലും അതിൻ്റെ പ്രപ്പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആദ്യമൊക്കെ ഫേസ് വരക്കുന്ന സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബ്രോ ലൈനിൽ നമ്മൾ പുരികങ്ങൾ വരച്ചു, നോസ് ലൈനിൽ മൂക്കിൻ്റെ പോർഷൻ ചെയ്തു, ലിപ്പ് ലൈനിൽ ലിപ്പിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഇതാണ് ആ 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിരിക്കും ചെവി വരുന്നത്. അതും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഏകദേശം ഐഡിയ കറക്റ്റ് ഔട്ട്ലൈൻ അല്ല, ഒരു ഏരിയ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നീടാണ് അതിനെ സാവധാനം അതിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇതാണ് ഹെയർ ലൈൻ. ഈ ഒരു ഭാഗത്തായിരിക്കും മുടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ സാവധാനം വരച്ചെടുക്കണം. ഈ ഒരു പോർഷൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നെക്കിൻ്റെ ഭാഗമാണ്, കഴുത്ത് വരുന്ന ഭാഗം. ഒരു വെർട്ടിക്കൽ ലൈൻ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കണം. റൈറ്റ് സൈഡിലും അതേപോലെ വരക്കുക. HB പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചിത്രം വരക്കുന്നത്. ഇനി കൃതാവിൻ്റെ ഹെയറിൻ്റെ ഭാഗം തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതിനെ ഏരിയ ഡിഫൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി മുടിയുടെ ഈ ഒരു പോർഷൻ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്.
നിങ്ങൾ വരക്കുന്ന സമയത്ത് നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. സ്പീഡ് കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. ഈ ഒരു ഭാഗത്താണ് കണ്ണ് വരുന്നത്. ബ്രോ ലൈൻ്റെ തൊട്ട് താഴെ 2 പോയിൻ്റ് താഴെയായിട്ട് വരും. പിന്നെ അതിൽ കണ്ണ് പ്ലേസ് ചെയ്തെടുക്കാം. കണ്ണിൻ്റെ ഒരു ഏകദേശ ഷേപ്പ് വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഡീറ്റെയിലിംഗ് ഡ്രോയിങ് അല്ല, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ ആദ്യം വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതൊക്കെ അവസാനമാണ്. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഏരിയ മാർക്ക് ചെയ്തെടുക്കുന്നു, പിന്നെ അതിൻ്റെ ഏകദേശ ഷേപ്പ് വരച്ചെടുക്കുന്നു, അത്രമാത്രം. അങ്ങനെ ചെയ്യുക. ഇനി ഈ ഒരു ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് കണ്ണ് വരക്കാം. അതും അതിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഗൈഡ് ലൈൻസ് യൂസ് ചെയ്ത് വരക്കുന്ന സമയത്ത് ഫേഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ബിഗിനേഴ്സ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്യുന്നത് ഡ്രോയിങ് ക്യാച്ച് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നോസിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളെല്ലാം. ഇനി കവിൾ തടത്തിൻ്റെ ഈ ഒരു പോർഷനും ഷെയ്ഡ് വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസുകൾ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇറേസ് ചെയ്യുന്നുണ്ട്. ഇനി ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കാം. ഞാൻ 4B പെൻസിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ കുറച്ചുകൂടി ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാനായിട്ടാണ് ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ HB പെൻസിൽ കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വരച്ച് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നോക്കുക, ഹെഡിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ചെവിയുടെ പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൈൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി നെക്ക് വരക്കാം. കഴുത്തിൻ്റെ പോർഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്കിനെ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. ഐബ്രോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ലെഫ്റ്റ് സൈഡ് ഭാഗത്തെ പിടികവും ഞാൻ വരക്കുന്നുണ്ട്. സാവധാനം കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി നോസ് വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് പൂർണ്ണമായിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. നോസ്ട്രൽസ് ആദ്യം മാർക്ക് ചെയ്യുക. മൂക്കിൻ്റെ 2 ഹോൾസ് ആദ്യം ആ ഷേപ്പ് അനുസരിച്ച് മാർക്ക് ചെയ്യുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അതേപോലെ കിട്ടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വരും. ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഷെയ്ഡിങ് ഒക്കെ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഭാഗങ്ങളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടും. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഷെയ്ഡായിരിക്കും വരുന്നത്. ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഷെയ്ഡ് വരും. ജസ്റ്റ് HB പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഷെയ്ഡ് കാണിക്കാം. അപ്പോൾ ഒരു 3D ഫീല് കിട്ടും. ആ ഫേസിൽ നിന്ന് എടുത്ത് നിൽക്കുന്നൊരു ഫീല് കിട്ടും. ബിഗിനേഴ്സിന് ഇതുപോലെ സിമിലറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഷെയ്ഡിങ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇനി ആ കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ, പുരുകത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാം. എന്നാലും നല്ലൊരു ഡെപ്ത് കിട്ടും ഫേസ് ഡ്രോയിങ്ങിൽ. ഇനി കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കാം. കണ്ണ് മാർക്ക് ചെയ്യുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. എന്നാൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റൂ. നമ്മൾ വരക്കുന്ന ഡ്രോയിങ്ങിൻ്റെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ ചെറിയൊരു ഫേസാണ് ചെയ്യുന്നതെങ്കിൽ കണ്ണ് അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻസിലിന് നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. സൂചിമന ആവശ്യമാണ്. ഓക്കെ, കണ്ണും അതേപോലെ തന്നെ ഹൈലാഷൊക്കെ വരക്കുന്ന സമയത്ത്. ഇനി ലിപ്പിൻ്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തെ ഈ ഒരു പോർഷൻ കുറച്ച് ഡാർക്ക് തോന്നിക്കുന്ന ഭാഗങ്ങൾ കുറച്ച് കട്ടി കൂട്ടി ചെയ്യുന്നുണ്ട്.
ബാക്കി ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് എടുത്ത് നിൽക്കും, ഡെപ്ത് അതേപോലെ വരും. ഇനി ചെവിയുടെ ഭാഗം ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ലിപ്പിൽ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ HB പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. അതേപോലെ ഫേസിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ജസ്റ്റ് ഷെയ്ഡിങ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നതായിരിക്കും. ഇനി ഹെയറിൻ്റെ ഭാഗവും ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗങ്ങൾ ഷെയ്ഡ് കൊടുക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഷെയ്ഡിങ് മാർക്ക് ചെയ്യുന്നത്. ഇതിനെ അധികം ലെയർ ബൈ ലെയർ ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഫസ്റ്റ് ലെയർ ഇല്ലെങ്കിൽ സെക്കൻഡ് ലെയർ അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി 4B പെൻസിൽ യൂസ് ചെയ്ത് കണ്ണിൻ്റെ അകത്തുള്ള ഐബോൾസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഹെയറിൻ്റെ പോർഷൻ ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും ഷെയ്ഡിങ് കാണാനായിട്ട് കഴിയുന്നത്. ഞാനിപ്പോൾ 4B പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഡെപ്ത് കാണാനായിട്ട് കഴിയും. ഇതുപോലെ ഷെയ്ഡ് കൊടുക്കണം. പെൻസിൽ കുറച്ച് മേലെ പിടിച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇതുപോലെ ഷെയ്ഡ് കൊടുക്കണം. ചീക്കിൻ്റെ പോർഷൻ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. പെൻസിൽ 4B ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് HB പെൻസിൽ കൊണ്ട് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു. ഇനി കുറച്ചുകൂടെ എടുത്ത് കാണിക്കേണ്ട പോർഷൻ മാത്രം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് 4B യൂസ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം. ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കുക. ഇനി ലിപ്പിൽ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുഴുവനായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്യാം. നല്ലപോലെ പ്രകാശം അടിക്കുന്ന ഭാഗം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹെയറിൻ്റെ ഭാഗത്തും ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നല്ലപോലെ പ്രഷർ കൂട്ടി ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പെൻസിൽ കുറച്ച് താഴ്ത്തി പിടിച്ചാൽ മതിയാവും. ഇപ്പം ഞാൻ പിടിക്കുന്ന പോലെ. അപ്പോൾ ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഡാർക്ക് പ്രഷർ കുറച്ചുകൂടെ കട്ടി കൂട്ടി അല്ലെങ്കിൽ പ്രഷർ കൂട്ടി നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം കുറച്ചുകൂടെ പ്രഷർ കൂട്ടിയിട്ടാണ്. അതായത് പെൻസിൽ ഞാൻ കുറച്ച് താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഭാഗങ്ങളും നോക്കണം. അതിനനുസരിച്ചിട്ടാണ് ഷെയ്ഡിങ് വേരിയേഷൻ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. പോർട്രേറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് ജസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ 1-2 ചിത്രങ്ങൾ വരച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു ചെടി വളരുന്ന പോലെയാണ്. നമ്മളൊരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ കെയർ ചെയ്യണം. അതിനെ വെള്ളം ഒഴിച്ച് നമ്മളതിനെ ഡെയിലി കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രോഗ്രസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് 3-4 ദിവസം കഴിയുമ്പോൾ അത് വാടിക്കരിഞ്ഞ് പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രോയിങ്ങും. അത് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആക്ഷൻ എടുക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി മാക്സിമം ഒരു 10-20 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു പോർട്രേറ്റ് സ്റ്റഡി കുറച്ചുകൂടെ എളുപ്പമാക്കി എടുക്കാനായിട്ട്. ഇനി ഈ ഒരു കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്കായിട്ടായിരിക്കും കാണാനായിട്ട് കഴിയുന്നത്. അത് ഞാൻ നല്ലപോലെ ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പോർട്രേറ്റ് സ്റ്റഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണോ പഠിക്കാനായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവും.
ഫേസ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതലും ബിഗിനേഴ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സുകൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടെ നിങ്ങളെ ആർട്ടിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്തെങ്കിലും ചാപ്റ്റേഴ്സ് ടോപ്പിക്കുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.